അപ്പോഴതേ സുപ്പ് രാവിലെ ദോശയും ചമ്മന്തിയും സാമ്പാറുമാണ് കഴിക്കുന്നത് കേട്ടോ. എല്ലായിടത്തുമൊക്കെ കാപ്പിയൊക്കെ എന്തായിരുന്നു പറയണേ കേട്ടോ. അപ്പോഴെല്ലാവരും കഴിച്ചു. അവസാനത്തെ സുപ്പ് കഴിക്കും കേട്ടോ. അവസാനം ഞാൻ കഴിക്കത്തുള്ളൂ കേട്ടോ. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമുക്ക് രാവിലെ ഇച്ചിരി ജോലികളൊക്കെ കാണും. മക്കളൊക്കെ സ്കൂളിലൊക്കെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ജോലികളുണ്ട്. തൂപ്പും തുടപ്പും എല്ലാം കഴിഞ്ഞ് നമ്മളെന്തായാലും ഞാൻ കഴിക്കത്തുള്ളൂ കേട്ടോ. അതിന് സരസ് വഴക്ക് പറയും. അവൾ കുടിച്ചില്ലേലും കഴിച്ചില്ലേലും ജോലിയെല്ലാം തീർത്തിട്ട് കഴിക്കാൻ നോക്കിയിരിക്കുമെന്ന് കേട്ടോ. ഈ പറയുന്ന ആൾ ഭയങ്കര മിടിക്കുക കേട്ടോ. പറയുന്ന ആൾ ഭയങ്കര മിടിക്കുക. ഞാൻ വിശേഷങ്ങളൊക്കെ പറയുന്നത് ഇവിടെ സരസിൻ്റെ. അപ്പോൾ ഇന്നാലും ആരും എന്നോട് ചോദിച്ചു, സരസ് നമ്മുടെ ഇവിടുത്തെ അമ്മ കേട്ടോ. അമ്മിണി എന്ന് പറയുന്നത് എൻ്റെ വാഷിംഗ് മെഷീനാണ്. ദേ മേളിൽ കിടന്ന് കൂകി അലച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഒത്തിരി തുണി വാങ്ങിയിട്ട് കൊടുത്തു. പുതിയ കൂട്ടുകാരൊക്കെ ആയിരിക്കാം കേട്ടോ ചോദിക്കുന്നത് എങ്ങനെ. അപ്പോഴും സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷത്തിലോട്ടോ എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടോ ഇന്നും വരുന്നത്. വലിയ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോഴതൊക്കെ നമുക്ക് കാണാം. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മുടെ അണ്ണന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം ആവശ്യം വന്നിട്ടുണ്ട്. മീൻതല. അത് ഞാൻ വഴക്ക് പറഞ്ഞെല്ലാം അവിടുത്തെ ചേച്ചിമാരെല്ലാം കണ്ടിച്ചൊക്കെ കൊടുത്ത് വിട്ടേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കഴുകി പറക്കി ഇട്ടാൽ മതി, തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മീൻതലക്കറി വയ്ക്കണം, ചീരത്തോരൻ വെക്കണം. പിന്നെ കറി എന്തെങ്കിലും പച്ചമുളകൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം കേട്ടോ. പിന്നെ മാങ്ങാച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അച്ചാറൊക്കെ നമ്മുടെ സരസുനും അണ്ണനും ഒന്നും വേണ്ട കേട്ടോ. എനിക്കും മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. നാരങ്ങ അച്ചാറിനോട് അത്ര ഇഷ്ടമല്ല. മാങ്ങ കേട്ടോ. നമ്മളെ മാങ്ങാച്ചാർ തീരാറൊന്നും വലിയ ഇരിപ്പുണ്ട്. എൻ്റെ അന്നത്തെ ആ പൊതിച്ചോറിൻ്റെ തീറ്റ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു മാങ്ങാച്ചാർ പെട്ടെന്ന് തീരുന്നില്ല, തീരത്തില്ല. രാവിലെ നമ്മുടെ മീൻതല വെക്കാനേ കറിവേപ്പില വെച്ചാൻ പോയി കേട്ടോ. അന്നേരം ഞാൻ ഇന്നലെ കാണിച്ചില്ലേ നമ്മുടെ ചെറിയ ചെമ്പരത്തിപ്പൂവ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ റോസാപ്പൂവിനെക്കാട്ടിൽ ഭയങ്കര ഇഷ്ടം ഈ ചെമ്പരത്തിപ്പൂ എടുത്ത് തല വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല സെറ്റ് അടിപൊളി റോസാപ്പൂവും മാറിപ്പൂവും കേട്ടോ. അവിടെ ഇരിക്കട്ടെ ചെമ്പരത്തിപ്പൂവൊക്കെ. ചെമ്പരത്തിപ്പൂ വയ്ക്കുന്ന ആരാ? അവിടെ ഇരിക്കട്ടെ. സുപ്പിൻ്റെ തല അങ്ങനെ ഇരിക്കട്ടെ. മുടിയോ കുറവാണ്. ആ പൂവെങ്കിലും അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ദോശയൊക്കെ കഴിക്കട്ടെ. നമുക്ക് തലക്കറി വയ്ക്കാൻ പോകണം. ഷാപ്പിലെ തലക്കറി കേട്ടോ. എല്ലാം വൃത്തിയാക്കി വെച്ചേക്കോ. ഞാൻ ചോറൊക്കെ ആയി. അപ്പോൾ ഇതും കാണിച്ചുകൊണ്ടിരുന്ന ഒത്തിരി സമയം. നമുക്ക് തലക്കറിയാണ് കേട്ടോ ഇന്ന്. ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മളിനി വന്നു കേട്ടോ. നമുക്ക് തലക്കറി വെക്കണ്ടേ? വലിയൊരു ഉരുളിയൊക്കെ പിടിച്ച് വെച്ചു കേട്ടോ. വലിയൊരു ഉരുളിയൊക്കെ പിടിച്ച് വെച്ചു. ഇന്ന് നമുക്ക് ഉരുളിക്കകത്ത് മീൻതലക്കറി വയ്ക്കാം കേട്ടോ. വേണ്ടേ രാവിലെ എല്ലാം കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചേക്കും. ഇനി നമുക്ക് വടേന്നും പറഞ്ഞ് തലക്കറി ഉണ്ടാക്കാം കേട്ടോ. എല്ലാം എടുത്ത് വെച്ചേക്കും. നമ്മുടെ ചട്ടി ഉരുളി ഒന്ന് ചൂടാവട്ടെ. വേഗം നമുക്ക് മീൻ തലക്കറി വയ്ക്കണം കേട്ടോ. അവിടെ ഇരിയണം നല്ലതുപോലെ. ചൂടാവട്ടെ കേട്ടോ. വെള്ളം കുടിച്ചതാ. വെള്ളം കുടിയാണ്. എല്ലാം കൂടി എടുത്തങ്ങ് കമത്തി. അപ്പോഴതേ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. എത്ര കിലോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പിന്നെ ഒന്നിൻ്റെയും അളവോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചോദിക്കാറില്ല. കള്ളത്തരേ പറയത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? ഞാൻ ചോദിക്കത്തില്ല കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ അങ്ങോട്ട് ചൂടായി വരുന്നു. ഈ കറിവേപ്പില എടുക്കാൻ പോയപ്പോഴേ ഈ ചെമ്പരത്തിപ്പൂ കിട്ടിയത്. അത് അവിടെ ഇരിക്കട്ടെ. നല്ല രസമുണ്ടേ. ഇലയോടുകൂടിയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ ചെമ്പരത്തിപ്പൂ. നല്ല രസം കേട്ടോ. ഒത്തിരി പൂവുണ്ട് നമുക്കിവിടെ. ഒത്തിരി പൂവുണ്ട്. കമ്പ് വേണ്ടുന്നവരെ വന്നോളൂ, തന്നോളാം കേട്ടോ. ഇവിടുന്ന് നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നു. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതേ നമുക്ക് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
അങ്ങോട്ട് പൊട്ടട്ടെ. കടുക് അങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അടുത്തതൊക്കെ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ചുമന്ന മുളക് പിന്നെ ആരിട്ട് കൊടുക്കുന്ന ഈ പറയുന്നത്. ഇതേ നമ്മൾ ചുമന്ന മുളക്, കടുക് വറക്കുന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പൊട്ടട്ടെ നമ്മുടെ കടുക് പടപടയിൽ. അപ്പോഴും കണ്ണെല്ലാവരും മാറ്റി വെച്ചോണം. ഞാൻ മിക്കവാറും നമ്മളിവിടെ കുക്കറി ഷോ നടത്തുമ്പോൾ മിക്കവാറും ഞാൻ പറയുന്നതാണ്, കടുക് വറക്കുമ്പോൾ കണ്ണ് മാറ്റി വെച്ചോണമെന്ന്. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഈ കടുക് പൊട്ടിത്തെറിച്ച് അവിടെ കൃഷ്ണമണിക്കകത്ത് ചെന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഒരു പ്രാവശ്യം അവളെ വിളിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാട്ടോ, കടുക് പൊട്ടി കൃഷ്ണമണിക്കകത്ത് വന്നു വീഴും. അതുകൊണ്ട് എല്ലാവരും കണ്ണ് മാറ്റി വെച്ചോണം. അവൻ സംഭവം ചെറുതാണ്, പക്ഷേ അവൻ ഭീകരനാണ് കേട്ടോ. അപ്പോഴത്തേ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. കറിവേപ്പില കൂടെ കുറച്ചിട്ട് കൊടുക്കും. ചിക്കുവിൻ്റെ തോട്ടത്തിലെ കറിവേപ്പില കേട്ടോ. നന്നായിട്ട് വഴന്ന് അങ്ങോട്ട് വരട്ടെ. പുളിയൊക്കെ സെറ്റാക്കി നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ട് വരട്ടെ. നമ്മുടെ എല്ലാ സംഭവം എല്ലാം മൂത്ത് വന്നു. ഇനി നമുക്ക് മുളക് പൊടിയും ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. സരസ് വഴക്ക് പറയും കേട്ടോ. സരസും അത്ര കഴിക്കത്തില്ല, എന്നാലും ഗുളികയൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഇച്ചിരി ഒരു സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര എരിവുള്ള ഒരു മുളക് പൊടിയാണ് നമ്മുടെ കേട്ടോ. നമ്മുടെ മുളക് ഭയങ്കര എരിയാണ്, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കും മല്ലി. പക്ഷേ നമുക്ക് മീനൊക്കെ ഇങ്ങനെ വെച്ചേക്കാൻ നമ്മുടെ മുളക് പൊടി തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് ഇച്ചിരി ചേർത്ത കേട്ടോ. അപ്പോഴത്തേ നമുക്ക് ഉലുവാപ്പൊടിയുടെ സ്പൂൺ ആരടിച്ച് മാറ്റിക്കൊണ്ട് പോയി. അപ്പോഴാ ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ മാത്രമേ ഇവിടെ പാചകം ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ആരടിച്ചുകൊണ്ട് പോകുന്ന പിള്ളേരെ എനിക്കറിയത്തില്ല, ആരടിച്ചുകൊണ്ട് പോകുന്നെന്ന്. നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ നമ്മുടെ പുളി വെള്ളത്തിൽ ഇട്ടിരുന്നല്ലോ, അവനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതൊന്ന് സെറ്റായി വരട്ടെ. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഞാൻ. നന്നായിട്ട് തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എളുപ്പമല്ലേ തലക്കറിയൊക്കെ വയ്ക്കാൻ. നമ്മളിവിടെ തക്കാളിപ്പഴമൊന്നും ചേർക്കത്തില്ല കേട്ടോ. തക്കാളിപ്പഴം ഒന്നും ചേർക്കത്തില്ല. കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു. പുക വിറകടുപ്പിലൊക്കെ കൊണ്ടുവച്ച് ഇതേപോലുള്ള ഉരുളിക്കകത്ത് അങ്ങോട്ട് തലക്കറി വയ്ക്കണം. എന്തായിരിക്കും ഇല്ലേ ടേസ്റ്റ്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് തല അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വരട്ടെ. തലക്കറിക്ക് കപ്പയൊക്കെ വേണം അല്ലേ? കപ്പയൊന്നുമില്ല കേട്ടോ, നമുക്ക് അല്ലാതെ കഴിക്കാം. പിന്നെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അല്ലേ? അപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ തലക്കറി കഴിക്കാം. പക്ഷെ ചൂടോടെ കഴിക്കരുതെന്നേ ഉള്ളൂ. ഇച്ചിരി ഒന്ന് ആറിയതിന് ശേഷം മാത്രം. അന്നേരം ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ല കേട്ടോ. നമ്മുടെ എണ്ണക്കുട്ടൻ അങ്ങോട്ട് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. തെളിഞ്ഞ് വരുന്നുണ്ട്.
അപ്പോഴതേ തെളിഞ്ഞൊക്കെ വന്നു. ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ തിളപ്പിച്ച വെള്ളം കേട്ടോ, തിളപ്പിച്ച വെള്ളം ഒഴിച്ച് അങ്ങനെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. തിളപ്പിച്ചിട്ട് നമുക്ക് മീൻ തല ഇറക്കിയിടാം. ഉപ്പിട്ടോ? നിങ്ങൾ കണ്ടോ? പറഞ്ഞില്ല, നിങ്ങൾ മറന്നില്ലായിരുന്നു. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പിടാന്ന് വിചാരിച്ചു. അത്ര മണ്ടിയൊന്നുമല്ല ഈ സൂപ്പ് കേട്ടോ, അത്ര മണ്ടിയൊന്നുമില്ല. മണ്ടിയൊന്നും അല്ലെന്ന് കേട്ടോ, മണ്ടിയാണെന്നല്ല, മണ്ടിയല്ല ഈ സൂപ്പ് കേട്ടോ. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, പിന്നെ നമുക്ക് നോക്കിയിട്ട് വീണ്ടും തട്ടിയിടാം. ഈ ഭരണി അടുത്തിരിക്കുന്നതാണ് ഈ കുഴപ്പം, കറികൾക്കെല്ലാം ഉപ്പ് കൂടുന്ന അതാണ് കേട്ടോ. അപ്പോൾ തിളക്കട്ടെ. തിളക്കട്ടെ കേട്ടോ. തിളയ്ക്കുമ്പോൾ ഞാൻ കാണിക്കാം കറക്കിയിടുന്നത് മീന്. അമ്മണി ഇവിടെ അലക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ, കോഴി വിളിക്കുന്നു. എന്തായാലും ഇത് നമുക്ക് എടുത്തിട്ടിട്ട് പോയി തുണി വന്നിയിടാം. അങ്ങനെ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് കേട്ടോ, അന്ന് തിളക്കുന്ന തിളപ്പ് കേട്ടോ. ഇനി നമുക്ക് തല വറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മീനെ കണ്ടിച്ചില്ല കേട്ടോ, അവർ കണ്ടിച്ച് തന്നതേ ഉള്ളൂ. ഞാൻ മീനെ കണ്ടിക്കാൻ പോയില്ല, എനിക്ക് ഒക്കത്തില്ല, എല്ലാം വലിയ കഷ്ണങ്ങളാട്ടോ. ഇത് നമ്മുടെ മീൻ തലക്കറി കണ്ട് ഷാപ്പുകാർ ഓടും കേട്ടോ. ഇവിടെ ഒന്നും ഷാപ്പില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതല്ലേ ഈ സൂപ്പ് പോയി ഷാപ്പിൽ പോയി മീൻ തലക്കറി ഒന്നും കഴിക്കുന്നത് കാണിക്കാത്തത്. ഷാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ചു തന്നേനെ കേട്ടോ. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ഒത്തിരി വെള്ളം വെച്ചില്ല കേട്ടോ, ഒത്തിരി വെള്ളമൊന്നും വെക്കരുത്. കുറച്ച് വെള്ളത്തിൽ അവനങ്ങോട്ട് വറ്റി വരട്ടെ കേട്ടോ. അപ്പോഴും സെറ്റാവട്ടെ, തിളച്ച് വേവട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ കേട്ടോ. അവസാനം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അവസാനം നമ്മുടെ തലക്കറിക്ക് എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പറ്റിയതൊന്നുമില്ല, തിളക്കുന്നതേ ഉള്ളേ. സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കണ്ടേ. ഉപ്പ് നോക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ഒക്കെ ഉണ്ട് കേട്ടോ, പുളിയും ഉണ്ട്, എല്ലാം കറക്റ്റ്. ഞാൻ വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ, പിന്നെ ഞാൻ രണ്ടാമത് ഇട്ടില്ല. ഇപ്പോഴും നമ്മൾ തുറന്നു നോക്കും കേട്ടോ. എല്ലാം കറക്റ്റ്. നമ്മുടെ പുളിക്ക് നല്ല പുളിയുള്ള പുളിയാണ് കേട്ടോ, അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇടണ്ടി വരത്തില്ല. ഇനി വറ്റണമല്ലോ, എണ്ണയൊക്കെ നീരി തെളിഞ്ഞ് വരണമല്ലോ. ആവട്ടെ, നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടേക്കാം. വീണ്ടും നമ്മൾ അടച്ച് വയ്ക്കുകയാണ്. ഇനി ഒന്നും കൂടെ പറ്റണം കേട്ടോ, പറ്റിയിട്ട് വരാം. ആ സമയം കൊണ്ട് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ചീരത്തോരനൊക്കെ വെച്ച് ഞാൻ പച്ചമോര് അതൊക്കെയാണ് ഇന്നത്തെ. സരസുവിന് നമുക്ക് ഇച്ചിരി കഞ്ഞി കൊടുക്കാം. സരസു ഇതൊന്നും കഴിക്കത്തില്ല കേട്ടോ. സരസു ഇപ്പം കുരുത്തക്കേടാണ്, പെണ്ണിന് ഭയങ്കര കുരുത്തക്കേടായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കഞ്ഞി കൊടുക്കാം. കഞ്ഞി ആകുമ്പോൾ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചോടും കേട്ടോ. കഞ്ഞി കൊടുക്കാം. വീണ്ടും നമ്മുടെ മീൻതല നോക്കാൻ പോവുകയാണ്. ഇപ്പം വറ്റി വന്നതാണ്, നമ്മൾ ഒത്തിരി സമയമായി വെച്ച് കൊടുത്തിട്ട് കേട്ടോ. അപ്പോഴതേ എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് വിതറി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് മുകളിലായി കേട്ടോ. അപ്പോൾ ഇനി ആ ചട്ടിയുടെ ചൂട് കൊണ്ടങ്ങ് വറ്റി. ഇപ്പം തന്നെ നല്ലതായിട്ട് വറ്റി കേട്ടോ.
നമുക്ക് ഇച്ചിരി വേണമല്ലോ ഒരു ചാറ്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി തീയൊക്കെ ഓഫ് ആക്കാൻ. ശുഭം. നമ്മുടെ തലക്കറി അങ്ങനെ റെഡിയായി കേട്ടോ. റെഡിയായി. കറിവേപ്പിലയൊക്കെ നമ്മൾ ഇട്ടതാണ്. ഒത്തിരി കറിവേപ്പില ഇട്ടാലും വേണ്ട കേട്ടോ. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടാൽ ഞാൻ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി ആ ചൂടിലിരുന്ന് ഒത്തിരി കൂടെ അങ്ങ് വറ്റും. കുറുകിയ പരുവത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചോറൊക്കെ കൂട്ടി മീൻ തലയൊക്കെ കൂട്ടി ചോറിടാൻ പോവാണ്. സമയമായില്ല കേട്ടോ. ആയതല്ലേ ഉള്ളൂ. ഇപ്പോഴേ കഴിക്കണ്ട, സമയമൊന്നും ആയില്ല കേട്ടോ. അപ്പോഴേ എല്ലാവരും മിച്ചൊക്കെ നോക്കണം. എല്ലാവരും മീൻ തലയൊക്കെ വയ്ക്കുന്നത് കേട്ടോ. നമ്മുടെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും കിട്ടുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഭയങ്കര ഇഷ്ടം മീൻ തലക്കറി. ഇതിനകത്ത് തല മാത്രമല്ല കേട്ടോ അവർ തരുന്നത്, നമുക്ക് മീനും കൂടെ തരും. അപ്പോൾ കറി വെക്കണമെങ്കിൽ നമുക്ക് അതെടുത്ത് കറി വെക്കാം. മക്കൾക്ക് വേണമെങ്കിൽ മാംസം കേട്ടോ. അങ്ങനെ ഇവിടെ തരുന്നത് നമുക്ക് തലയായിട്ട് മാത്രമല്ല അവർ തരുന്നത്. ഇനി അറിയാവുന്നത് കൊണ്ടാണോ എന്തോ നമുക്ക് അങ്ങനെ തരും കേട്ടോ. മീനെടുത്ത് നമുക്ക് കറിയും വെക്കാം തലയും. പക്ഷേ ഇത് ഞാനെല്ലാം കൂടെ ഇപ്പം കറി വെച്ചത് കേട്ടോ. മാംസം ഉണ്ട് അതിനകത്ത്. മാംസം വേണ്ടവർക്ക് മാംസവും കൂട്ടി കഴിക്കാം. അപ്പോൾ നമുക്ക് തീ അന്നേരം ഓഫാക്കി കേട്ടോ. ഞാൻ ഒന്നും കൂടെ അങ്ങ് പറ്റട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഓഫാക്കി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ചോറിന സമയമാകുമ്പോൾ കഴിച്ചാൽ മതിയല്ലോ. അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റായി വരും കേട്ടോ. സെറ്റായിട്ട് വരും. അപ്പോഴും നമുക്ക് ചോറൊക്കെ ഉണ്ണണം കേട്ടോ. അപ്പോഴും നമ്മുടെ മീൻ തലക്കറിയൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ചട്ടി പൊക്കി നിങ്ങളെ കാണിക്കാൻ ഒക്കത്തില്ല. കയ്യിൽ നിന്നും പറയാൻ വീണാൽ പിന്നെ പൊള്ളിയത് തന്നെ. വെയിറ്റ് ഉണ്ടല്ലോ ഇച്ചി ഉരുളിക്ക്. അപ്പോൾ കണ്ടല്ലോ ഞാനെങ്കിൽ പിന്നെ കാണിക്കുന്ന സെറ്റായി വരുമ്പോൾ ഞാൻ കാണിക്കും കേട്ടോ. അവസാനം ഞാൻ കാണിക്കാം. ഇത് സെറ്റാവട്ടെ കേട്ടോ. അപ്പോഴും മീൻ തലക്കറിയൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ തലക്കറിയൊക്കെ ഇവിടെ സെറ്റായി. ഞാൻ പറഞ്ഞില്ലേ വറ്റി വരുമെന്ന്. അപ്പോഴത്തേ നമ്മുടെ ഉരുളിയുടെ ചൂടൊക്കെ അടിച്ച് അവൻ്റെ വറ്റി വന്നു കേട്ടോ. അപ്പോഴിത്രയും വറ്റി വരണം. അപ്പോൾ ചോറിനാ സമയമായില്ല, അവിടെ ഇരിക്കട്ടെ. ഒന്ന് ആറിയതിന് ശേഷം മാത്രം ഞങ്ങൾ ചോറൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കട്ടെ.